അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഏതൊക്കെ ഫ്രണ്ട്സാണ് ഞാനായിട്ട് അങ്ങോട്ടേക്ക് ഓർമ്മിപ്പിക്കാതെ അവരായിട്ട് അത് ഓർത്ത് എന്നെ കാണാൻ നേരിട്ട് വരുന്നു എന്നതിലുള്ള ഒരു ക്യൂരിയോസിറ്റി ഡേയും കൂടിയാണ് കേട്ടോ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഓരോ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതും പഠിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ അവരായിട്ട് വരുന്നത് നല്ല രസമല്ലേ എനിക്കായിട്ട് വരുമ്പം. ലൈക്ക് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്നൊരു ദിവസം കൂടിയാണ് ഇന്ന്. ചോദിച്ചു നോക്കാം അറേഞ്ച് ചെയ്താലേ. നീ പറ എന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് അതൊക്കെ വേണം. ഇതാണ് ഇവിടുത്തെ ടിപ്പ്. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങൾ സാധാരണ ഉച്ചയ്ക്ക് ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടി പോണതാണ്. ഇന്ന് ഉറക്കം കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഡിന്നറിന് വേണ്ടി എവിടെ വന്നേ ബാർബിക്യൂ നാഷണലാണ് വന്നത്. അപ്പൊ ഇതൊരു അൺഎക്സ്പെക്ടഡ് വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇതിന്റെ ഇൻട്രോ ഒക്കെ അതാ ഇങ്ങനെ ഇവിടുന്നൊക്കെ. അപ്പൊ ഞാൻ ഒട്ടും വിചാരിച്ചല്ല വ്ളോഗൊക്കെ എടുക്കുന്ന കാരണം ഉച്ചയ്ക്കാണ് എന്റെ മെയിൻ പരിപാടി. എല്ലാ ബർത്ത്ഡേക്കും എല്ലാ വിഷുവിനും ഓണത്തിനൊക്കെ ഒരു സദ്യ കഴിക്കുക എന്നുള്ളത് എന്റെ ഒരു ശീലമാണ്. പക്ഷെ സദ്യ കഴിക്കാൻ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചോ ഇന്ന് ബാർബിക്യൂ. അറിയുന്നവർക്ക് റിജുവിനെ ഞാൻ ഇനി പ്രത്യേകം പരിചയപ്പെടുത്തി തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഫ്രണ്ടാണ് റിജോ, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. നമുക്ക് എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഊക്കി കരയിപ്പിക്കാൻ പറ്റുന്ന ഭാഗത്തിലൊരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, അതാണ് റിജോ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ലുലു മാളിലുള്ള ബാർബിക്യൂ നാഷണലിൽ ബുക്ക് ചെയ്ത് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് കാക്കനാട് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ കാക്കനാട് പോകാം. കാരണം ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടും കൂടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാനിങ് വരുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയില്ല, സോ നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആയതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് വന്നു. സ്റ്റാർട്ടേഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറച്ച് എരിവ് ഉണ്ടല്ലോ ഈശ്വര എന്നുള്ള കാര്യം ഇതുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കഴിക്കേണ്ടേ, ഇനി എത്ര കിടക്കുന്നു. അപ്പം ഞാൻ ഓരോന്നിച്ചിങ്ങനെ ട്രൈ ചെയ്യാണ്. ഞാനുണ്ടാക്കുന്നത് നന്നായി. ഈ ഡയലോഗ് കേട്ട് റിജക്റ്റ് മടുത്തു. കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. നല്ല എരിവ്. അയ്യോ, സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്ക് ചെറുതായിട്ടായിരുന്നു കേട്ടോ എരിവ് ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നത്. പോകെ പോകെ ഭയങ്കരമായിട്ട് എരിവ് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് നിർത്തി, പിന്നെ കഴിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. സ്റ്റാർട്ടേഴ്സ് തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഏക പ്രതീക്ഷ റിജോയിലാണ്, കാരണം റിജോ ഭയങ്കര ഫുഡിയാണ്. ഞാനാണെങ്കിൽ 2 ബുൾസായി കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറയുന്ന ഒരാളാണ്. സോ എന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തെന്നായാലും ഭയങ്കര എരിവ്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ അവസാനമൊക്കെ കേക്ക് കട്ട് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ട്. അത് റിജു ഓൾറെഡി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു കേട്ടോ. ഞാൻ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഒരാളെയും കൂട്ടി പോയിട്ട് ഫുഡ് കഴിക്കുന്നത്. ലൈക്ക് എപ്പോഴും നമ്മളെ വളരെ നാട്ടിലുള്ള ഏതെങ്കിലും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള വർഷങ്ങളായിട്ടൊക്കെ അറിയുന്ന ഏതെങ്കിലുമൊക്കെ ഫ്രണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഫ്രീ, എപ്പോഴത്തെയും പോലെ വിഷ്ണുപ്രിയ അതാണ്. സോ അവൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് സദ്യ കഴിക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ആ സദ്യ മുടങ്ങിയപ്പം ഇങ്ങനൊരു പ്ലാനിങ് വന്നതും ഞാനും റിജുവും പോയി പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നൊക്കെ കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കാരണം ആ ദിവസം അവിടെ ഉള്ളത് മൊത്തം ബർത്ത്ഡേ ബേബികളായിരുന്നു. ലൈക്ക് എന്ന് വെച്ചാൽ ചെറിയ കുട്ടികളല്ല കേട്ടോ, എല്ലാവരും ഈ ദിവസം ജനിച്ച ആളുകളായിരുന്നു അവിടെ മൊത്തം ഉണ്ടത്. അത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവർ വന്നേക്കാണ്. അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ഫുള്ള് സെലിബ്രേഷനാണ്. ഒരു ബലൂണല്ലേ പോയത്. നമുക്കും ബലൂൺ വേണമെന്ന് പറഞ്ഞാലേ, ബലൂൺ വേണമെന്ന് പറയട്ടെ, തലയിലേക്ക് കുത്തിയേക്കാം. നിന്റെ തലയില് ബർത്ത്ഡേ അല്ലേ, അവരുടെ അടുത്ത് പറയട്ടെ നിന്റെ ബർത്ത്ഡേ ആണെന്ന്. അവരത് കൊണ്ട് തലയിലൊക്കെ വെച്ചുതരും, കയ്യൊക്കെ അടിക്കാൻ വന്ന്. ചോദിച്ചു നോക്കാം അറേഞ്ച് ചെയ്താലേ. നീ പറ എന്റെ ബർത്ത്ഡേ ആണെന്ന് എനിക്ക് അതൊക്കെ വേണം പറ. ആ കൊച്ചിനും ചുടുത്ത തൊപ്പിയൊക്കെ വേണമെന്ന് പറ. ഒരു ബലൂണും വേണം പറ.
ആൾക്കാരുണ്ടോ ഞാൻ നോക്കൂല. ചാരത്തിലൊക്കെ വെള്ളമൊഴിച്ച് കിടത്തും. ഇത് ചാരമൊക്കെ കിടത്തി വെള്ളമൊഴിച്ച് കിടത്തിയാണ് ഇപ്പൊ. വേസ്റ്റ് ഒക്കെ നീ തിന്നാ ഇവിടുത്തെ ചിക്കനാണത്, കോഴി അല്ലാണ്ട് ചിക്കല്ല. പനീര് വേണം. അത് പനീരല്ലേ? ഓ എനിക്ക് ഒരെണ്ണം പോലെ എടുത്തല്ലോ. മൊത്തത്തില് തിന്നാനുള്ള പ്ലാനാണ്. ഒരു കഷ്ടം പോലും തന്നില്ല. നമ്മളെവിടെയാ വന്നത്? സ്ഥലത്തിന്റെ പേരാണ് ഏതാ ഹോട്ടൽ? എവിടെ? എങ്ങനെയുണ്ട് ഫുഡ്? കട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു. ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. അപ്പൊ അഭിതേച്ചി, ഞാൻ വീട്ടിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് 5 മോളെ ഞാൻ താഴത്തെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ വേഗം ഇറങ്ങിയതാണ്. അപ്പൊ അഭിതേച്ചിയുടെ ഡ്രസ്സ് കാണിക്കാൻ പറ്റൂല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അപ്പൊ കാണിക്കാം. അഭിതേച്ചി കീറി ബനിയനും കീറി പെരക്കേട്ട് എത്ര വീഡിയോസുകൾ കണ്ടിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതാണ് താഴെ. എന്തോ ഇവിടെ എത്തുന്നാവോ. വീഡിയോ ഇതാണ് വീട്ടിലിടുന്ന ഡ്രസ്സുമായി അഭിതേച്ചി. ആ പറയൂ അങ്ങോട്ട്. താങ്ക് യു ഉമ്മയാവാം. പുറത്ത് ഭയങ്കര മഴ പെയ്തപ്പോൾ അഭിതേച്ച് പോയി. ഞാൻ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ തന്നെ. പിന്നെ ഞാൻ ചോദിച്ചു ചെറിയൊരു കേക്കും കൂടെ കഴിക്കാമെന്ന്. മെയിൻ കോഴ്സും കഴിക്കും വയ്യ. ഞാൻ അങ്ങനെ വിചാരിച്ചു ഒതുങ്ങളെ കഴിഞ്ഞാണ്ട് പോവല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് സർപ്രൈസ് വന്നത്. ജോ കേക്കൊക്കെ സെറ്റാക്കി വെച്ചു. ഇനി കേക്കും കൂടെ കട്ട് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര ചുമ്മാ പറഞ്ഞതായിരിക്കും ഇവൻ എന്നുള്ള കാര്യം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ സർപ്രൈസ് എനിക്ക് വല്ലാതെ ഇഷ്ടമായി. മറ്റേ ആ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ കൈ കൊട്ടണം. പക്ഷെ എനിക്ക് ഞങ്ങള് ഇതാക്കുന്നതിന് മുന്നേ 2 ആൾക്കാരെ ബർത്ത്ഡേയിൽ 2ാമത്തെ കുട്ടിക്ക് ഇട്ട പാട്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വെറൈറ്റി പാട്ട്, ആൾക്കാർ കേൾക്കാത്ത പാട്ട്. എനിക്ക് മറ്റേ ആവേശം സിനിമയിലെ മറ്റേ ആ പാട്ടേനെ ഒരു സൽപുത്രൻ പിറന്നാള പണ്ടേ, അത് പിന്നെന്താ ഓക്കെ അത് ആ പാട്ടായിരുന്നു എനിക്ക് കിട്ടിയത്. അതൊക്കെ ഇഷ്ടമായില്ല. കാരണം ഞാൻ കേട്ട് മടുത്തതാ. 2ാമത്തെ കുട്ടിക്കിട്ട പാട്ട് നല്ല രസമുണ്ട്. എന്ത് രസാ അന്നപ്പോ കാണുന്നൊരു കാഴ്ച. വാട്ട് ഈസ് ദിസ്? ഗിഫ്റ്റുകളാ ചുട്ടി. ക്ഷീണിച്ച് ഞാൻ വന്നപ്പോണ്ടല്ലോ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുവരെ വാതിക്കൽ വരെ വന്നു. അപ്പം ഞാൻ ഉച്ചയ്ക്ക് രാവിലെ ആണല്ലോ ഞാൻ ഉറങ്ങുന്നത്. അപ്പം വൈകുന്നേരം സമയത്ത് എൻ്റെ ഫോണ് ഭയങ്കര അടിക്കല്, ഫുൾ അടിയോടടി. അപ്പം ഞാൻ ഉറക്കത്തിൽ ഓരോരുത്തർ നീ എപ്പോഴാണ് ഫ്രീ ആവുക, ഒരു 7 മണിക്ക് വരട്ടെ, ഒരു ചെറിയ സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്തോട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ് കടന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ബോധം വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് നമുക്ക് എന്നാലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട് വരാറുണ്ട്.
9:30 ആയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഹലോ നീ ഞാൻ വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, നീ എവിടെയാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോ മാതിരി ഉറക്കത്തിൽ ഞാൻ പലതും പറയും ഈശ്വര. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഉണ്ട്. എന്നിട്ട് ഫ്രണ്ട് പോയി. എന്നിട്ട് കുറച്ച് സാധനമൊക്കെ ആയിട്ട് പെൻകിൻ. എനിക്ക് ലൈറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് ലൈറ്റ്സ് സിഗട്ടല്ല കേട്ടോ, ലൈറ്റില്ലേ അത്. പിന്നെ ഇതൊക്കെ എപ്പോഴും ഇഷ്ടമുള്ള സാധനം. ഞാൻ ഹാപ്പിയായി. സങ്കടം ഈ തിരക്കിൻ്റെ ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഓൾറെഡി ഒരാളുണ്ട്, ഇനി എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഞാൻ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാം. എന്നാലും നാളെ രാവിലെ വീട്ടിൽ പോകണമെന്നാണ് വിചാരിച്ചത്. നടക്കുമെന്ന് അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇന്നലെ രാത്രി എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് കിട്ടിയാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അത്രയും ടയേർഡായിരുന്നു. സുബി ഉള്ളതുകൊണ്ട് രാവിലെ എണീറ്റ് പോകാൻ പറ്റി. അവൻ തൃശ്ശൂർ വരെ ഉള്ളൂ, ഞാൻ കോഴിക്കോട് വരെ. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റാത്ത എൻ്റെ ക്യാമറ അലർജിയുള്ള കുറച്ച് ടീംസ് വരെ വന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി. ഇപ്പോൾ കാണിച്ചത് ആകെ 2 കട്ടിങ് മാത്രമേ ഉള്ളൂ. വേറെയും കുറേ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാട്ടിൽ പോവാണ്, അവിടെയും കുറേ കേക്ക് കട്ടിങ് ഉണ്ടാവും. എല്ലാ ക്ലിപ്പും കൂടെ ചേർത്തൊരു ബർത്ത്ഡേ വ്ളോഗ് ഇറക്കാനുള്ളൊരു ശേഷി എനിക്കില്ല. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാനൊരു ചെറിയ വ്ളോഗാക്കി ഇട്ടേക്കാണ്. അപ്പം എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. അറിയാലോ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സ്ഥിരം ക്ലീഷേ ഡയലോഗ് അടിക്കണ്ടല്ലോ.